KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ മുൻ മേയർ ആര്യയ്ക്കും MLA സച്ചിൻ ദേവിനും കോടതി നോട്ടീസ് അയച്ചു. ഇരുവരെയും കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. മെമ്മറി കാർഡ് നശിപ്പിച്ചത് കണ്ടക്ടറെന്നും യദു വ്യക്തമാക്കുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഇപ്പോൾ കോടതിയുടെ ഇടപെടലിന്റെ കൂടുതൽ വ്യക്തത എന്താണ്? രതീഷ്, തിരുവനന്തപുരത്ത് KSRTC ഡ്രൈവർ യദുവിനെ ആക്രമിച്ചെന്ന പരാതിയിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവും ബാലുശ്ശേരി MLAയുമായ സച്ചിൻ ദേവ്, ആര്യ രാജേന്ദ്രൻ്റെ സഹോദരൻ അരവിന്ദിൻ്റെ ഭാര്യ ആര്യ, ഇതുവരായിരുന്നു അന്ന് പ്രതിയായിരുന്നവർ. അതിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ആര്യയും സച്ചിൻ ദേവിനെയും ഒഴിവാക്കി. അതിനൊപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യ ആര്യയും ഒഴിവാക്കി. ആര്യയുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് ഈ കേസിൽ പ്രതിയായി കുറ്റപത്രത്തിലുള്ളത്. അതിനെതിരെയാണ് ഈ ഡ്രൈവർ യദു കുറ്റപത്രം തള്ളണമെന്നാണ്. അപ്പോൾ ആ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ നോട്ടീസ് ഈ 3 പേർക്കും അയച്ചിരിക്കുന്നത്. അതായത് മുൻ മേയർ ആര്യ രാജേന്ദ്രൻ, ഭർത്താവ് സച്ചിൻ ദേവ് MLA, ഒപ്പം തന്നെ ആര്യയുടെ സഹോദരൻ്റെ ഭാര്യ ആര്യ, ഈ 3 പേരും 21-ാം തീയതി കോടതിയിൽ നേരിട്ടോ അല്ലെങ്കിൽ അഭിഭാഷകൻ മുഖേനയോ ഹാജരാകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഈ ഹർജിയിൽ മറ്റൊരു ആവശ്യം കൂടി യദു മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് അന്ന് KSRTC ബസ്സിലുണ്ടായിരുന്ന ഈ ക്യാമറയുടെ മെമ്മറി കാർഡ് അത് നശിപ്പിച്ചത് തന്നോടൊപ്പം കണ്ടക്ടറായിട്ടുണ്ടായിരുന്ന സുബിനാണ് എന്നാണ് യദു ഇപ്പോൾ ഈ ഹർജിയിൽ ആരോപിക്കുന്നത്. അത് ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവിൻ്റെയും സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സുബിൻ അങ്ങനെ ചെയ്തതെന്നാണ്. അതുകൊണ്ട് സുബിനെ കൂടി ഈ കേസിൽ പ്രതിയാക്കി അന്വേഷണം നടത്തി പുതിയ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളതാണ് ആവശ്യം. ഏതായാലും കോടതി കണ്ടക്ടർ ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചു, കണ്ടക്ടർക്കും പങ്കാളിത്തമുണ്ട്. അതേസമയം പോലീസിന്റെ അന്വേഷണം പക്ഷപാതപരമായിരുന്നു. അക്കാര്യം കൂടുതൽ വ്യക്തമാകുന്നതാണ് ഇപ്പോൾ കോടതിയുടെ ഈ നോട്ടീസ് കൂടി ഇവരെ കൂടി പ്രതികർക്കുന്ന കാര്യത്തിൽ നോട്ടീസ് അയക്കുമ്പോൾ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അനന്ത്, തീർച്ചയായിട്ടും ഈ കേസിൽ ഈ യദുവിനെ ആക്രമിച്ചു എന്നുള്ള പരാതിയിൽ അന്ന് പോലീസ് കേസെടുക്കാൻ വിമുഖത കാണിച്ചിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. പിന്നീട് കോടതി നിർദ്ദേശിച്ച പ്രകാരമാണ് യദുവിനെതിരെ യദുവിനെ ആക്രമിച്ചതിൽ മേയർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് അന്വേഷണം നടത്തിയത്. പിന്നീട് മെമ്മറി കാർഡ് കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണമൊന്നും എവിടെയും എത്തിയതുമില്ല. അങ്ങനെ ഈ ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടപ്പോൾ യദുവിനെ ആക്രമിച്ച കേസിൽ മുൻ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ഒപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യയും ഒക്കെ ഒഴിവായി. പകരം അരവിന്ദ് മാത്രമാണ്, ഈ ആര്യയുടെ സഹോദരൻ അരവിന്ദ് മാത്രമാണ് പ്രതിയായിട്ടുള്ളത്. പക്ഷേ യദുവിൻ്റെ പരാതി എന്ന് പറയുന്നത് സച്ചിൻ ദേവ് MLA ബസ്സിനകത്ത് കയറി അക്രമം കാണിച്ചു എന്നുള്ളതായിരുന്നു. അതൊക്കെ ആ ദൃശ്യങ്ങൾ CCTV ആ ക്യാമറയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത്. ആ മെമ്മറി കാർഡ് നഷ്ടപ്പെടുത്തിയത് സുബിനാണ് എന്നുള്ളതാണ് യദുവിൻ്റെ പുതിയ പരാതി.